ഉത്തർപ്രദേശിൽ എൻഡിഎക്കൊപ്പം നിൽക്കാൻ സന്നദ്ധരായ ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവും ഡൽഹിയിലെ ബി.ജെ.പി. കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങുമ്പോൾ എന്തിനാണ് ഒരു തീരുമാനം ബി.ജെ.പി. വൈകിപ്പിച്ചത്? ഒറ്റ കാരണമേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അതിനു പിന്നാലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കണ്ടായിരുന്നു ആന്ധ്രയിലെ ബി.ജെ.പി. തന്ത്രങ്ങൾ. മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയും പ്രതിപക്ഷത്തുള്ള ചന്ദ്രബാബു നായിഡുവും മാറി മാറി ഡൽഹിക്ക് വണ്ടുകയറിയിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ. പക്ഷേ ഇരു കൂട്ടരെയും വെറുപ്പിക്കാതെ ആരെ കൂടെ കൂട്ടിയാൽ തങ്ങളെ പുറത്താക്കി നിർത്തിയിരിക്കുന്ന തെക്കൻ മണ്ണിലേക്ക് കയറിക്കൂടാമെന്ന ചിന്തയിലായിരുന്നു ബി.ജെ.പി. നിലവിൽ ജഗനെ അരികിലേക്ക് മാറ്റി പ്രതിപക്ഷമായ ചന്ദ്രബാബു നായിഡുവിന്റെ ടി.ഡി.പിയും പവർ സ്റ്റാർ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയുമായി കൈകോർത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ബി.ജെ.പി. എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. സീറ്റ് ഷെയറിംഗിൽ ബി.ജെ.പി. മുന്നോട്ട് വെച്ച ചില നിബന്ധനകളാണ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസ് എൻ.ഡി.എ ബാന്ധവത്തിലേക്ക് കടക്കാത്തതിന് പിന്നിൽ. എന്നാൽ നിലവിൽ ഇ.ഡി കേസുകളിൽ അടക്കം പെട്ടുകിടക്കുന്ന നായിഡു പാർട്ടിയെ എൻ.ഡി.എ ചേരിയിൽ നിർത്താൻ എല്ലാ ഡിമാൻഡുകൾക്കും സന്നദ്ധനായി എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ന്യൂഡൽഹിയിൽ ചന്ദ്രബാബു നായിഡുവും പവൻ കല്യാണും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. എൻ.ഡി.എ നായിഡു ബന്ധം കുറച്ച് പഴയതാണ്. 2018 വരെ ബി.ജെ.പിയുടെ എൻ.ഡി.എയിൽ വിട്ടുപിരിയാത്ത കക്ഷിയായിരുന്നു നായിഡുവിന്റെ ടി.ഡി.പി. ചില്ലറ പ്രശ്നങ്ങൾ ഇടയ്ക്കുണ്ടായെങ്കിലും ഇപ്പോൾ ഒന്നിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇരു കൂട്ടരും. നിലവിൽ സീറ്റ് വീതം വെപ്പിൽ ഒരു ധാരണയായിട്ടുണ്ട്. ആന്ധ്രയെ സംബന്ധിച്ച് ലോക്സഭയും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തടുത്തായതിനാൽ രണ്ടിലും കക്ഷികൾ സീറ്റ് ധാരണയിലുമായിട്ടുണ്ട്. ആകെയുള്ള 25 ലോക്സഭാ മണ്ഡലങ്ങളിൽ 6 ബി.ജെ.പിക്ക് കൊടുക്കാൻ നായിഡുവിന്റെ ടി.ഡി.പി തയ്യാറായി. പവൻ കല്യാണിന്റെ ജെ.എസ്.പി 2 സീറ്റിൽ മത്സരിക്കും. ബാക്കി 17 നായിഡുവിന്റെ ടി.ഡി.പി മത്സരിക്കും. ബി.ജെ.പിയുടെ സീറ്റ് ഷെയറിംഗിൽ ജഗൻ പിന്നോട്ട് പോകാനുണ്ടായ കാരണം ഇത്രയധികം സീറ്റ് ബി.ജെ.പിക്ക് നൽകാനാവില്ലെന്നത് കൊണ്ടാണ്. കഴിഞ്ഞ 17ാം ലോക്സഭയിൽ 25-ൽ 22 പിടിച്ച ജഗന് അത്തരത്തിലൊരു വിട്ടുവീഴ്ച സ്വീകാര്യമല്ലായിരുന്നു. ഇനി നിയമസഭയിലേക്ക് വരുമ്പോൾ ബി.ജെ.പി, ടി.ഡി.പി, ജെ.എസ്.പി സഖ്യം 175 നിയമസഭാ സീറ്റിൽ ഒരു സഖ്യത്തിന് പെടാപ്പാടിലാണ്. കാരണം 175-ൽ 145 തങ്ങൾ ഒറ്റയ്ക്കായാലും മത്സരിക്കുമെന്ന നിലപാടിലാണ് നായിഡുവിന്റെ ടി.ഡി.പി. ബാക്കി 30 സീറ്റുകളിൽ മത്സരിക്കാമെന്ന ധാരണയിലേക്ക് ബി.ജെ.പിയും ജെ.എസ്.പിയും എത്തിയിട്ടുണ്ടെങ്കിലും കൂടുതൽ സീറ്റിനായി ബി.ജെ.പി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. തിരുപ്പതിയും രാജമുദ്രയും വിശാഖപട്ടണവും വിജയവാഡയും ബി.ജെ.പി കണ്ണുവെക്കുന്ന സീറ്റുകളുമാണ്. നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ടി.ഡി.പിക്കൊപ്പം നിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് ബി.ജെ.പി എത്തുന്നത് വളരെ സാവകാശമായിരുന്നു. ആ അലസഗമനത്തിന് പിന്നിൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയ തന്ത്രവും. ഒന്ന്, ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും വെറുപ്പിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. രണ്ടാമതായി, തരാതരത്തിൽ ആരുമായും കൂട്ടുചേരാൻ പാകത്തിന് ആന്ധ്രയിൽ ഒരു പക്ഷം പിടിക്കാതിരിക്കുക. ഇതിൽ രണ്ടിലും ബി.ജെ.പി വിജയമായിരുന്നു. ഇപ്പോൾ ടി.ഡി.പിക്കൊപ്പം പ്രത്യക്ഷത്തിൽ നിൽക്കാൻ തീരുമാനിക്കുമ്പോഴും വൈഎസ് ജഗൻമോഹൻ റെഡ്ഡി കൈയകലത്തിലുണ്ടെന്ന് ബി.ജെ.പിക്ക് അറിയാം. കാരണം കോൺഗ്രസ് വിട്ട് പാർട്ടി ഉണ്ടാക്കിയ ജഗന് ഇനി തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു സഖ്യം ഉണ്ടാക്കേണ്ടി വന്നാലും ആദ്യ ചോയ്സ് എന്നത് ബി.ജെ.പി ആയിരിക്കും. കാരണം ആന്ധ്രയിൽ വൈഎസ്ആർ കോൺഗ്രസിന്റെ പ്രധാന എതിരാളി ഇപ്പോൾ ജഗന്റെ സഹോദരി വൈഎസ് ശർമിളയെ മുൻനിർത്തി കരുത്താർജിക്കുന്ന കോൺഗ്രസ് ആണ്. ഒപ്പം പ്രതിപക്ഷമായ ചന്ദ്രബാബു നായിഡുവിന്റെ ടി.ഡി.പിയും എതിരാളിയായുണ്ടെങ്കിലും കോൺഗ്രസ് വിരുദ്ധത മാറാതെയുള്ള ജഗൻ ആപത്ഘട്ടം വന്നാൽ എൻ.ഡി.എ പക്ഷത്ത് തന്നെ എത്തുമെന്ന ആത്മവിശ്വാസമാണ് ടി.ഡി.പിയെ എൻ.ഡി.എക്കൊപ്പം നിർത്താനുള്ള നിലവിലെ ബി.ജെ.പി തീരുമാനത്തിന് പിന്നിൽ. കൈനനയാതെ ആന്ധ്രയിൽ മീൻ പിടിക്കാൻ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ പിടിച്ചാണ് ബി.ജെ.പിയുടെ കരുനീക്കം. കർണാടകയിലെയും തെലങ്കാനയിലെയും സൂപ്പർ വിജയത്തിന് പിന്നാലെ തെക്കേ ഇന്ത്യയിൽ അടുത്തൊരു വിജയത്തിന് കോൺഗ്രസും വല്ലാണ്ടങ്ങ് പരിശ്രമിക്കുന്നുണ്ട്. വിഭജനശേഷം കൈവിട്ടുപോയ ആന്ധ്ര തിരിച്ചുപിടിക്കാൻ വൈഎസ്ആറിന്റെ മകൾ വൈഎസ് ശർമിളയെ ആന്ധ്ര കോൺഗ്രസ് അധ്യക്ഷയാക്കിയാണ് കോൺഗ്രസ് കളത്തിലിറങ്ങിയിരിക്കുന്നത്.